നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുന്നിലത്തെ കുറച്ച് മുമ്പ് സീതാരാമത്തിന്റെ പ്രൊമോഷൻ ഇവന്റ് ഇവിടെ തന്നെ നടന്നപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ദാറ്റ് ഇസ് വാട്ട് ഐ ആം സേയിങ്. ദുൽഖർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിലെ വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു അംഗമാണ്. മലയാളം സിനിമയിൽ മാത്രമല്ല, തമിഴ് സിനിമയിലല്ല, തെലുഗുവിലല്ല, ഹിന്ദിയിലല്ല. ഹി ഈസ് എ പാൻ ഇന്ത്യൻ സ്റ്റാർ. 30 അല്ല 40+ സിനിമകളാണ് ദുൽഖർ ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്നത്. അധികം സിനിമയിലൊന്നും അഭിനയിക്കാറില്ല, പക്ഷെ സിനിമ ചെയ്യുമ്പം ഒരു ഒന്നൊന്നര പടമായിരിക്കും DQ ചെയ്യുന്നത്. And that's exactly why we are back here in Kochi Lulu Mallil നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ DQവിന്റെ ഏറ്റവും പുതിയ പ്രസന്റേഷനുമായി, which as you see is Kanta. So you know what makes this movie special is ഇത് DQ അഭിനയിക്കുന്ന I think 4ാമത്തെ തെലുഗു ഫിലിമാണ്. പക്ഷേ Wayfarer Films അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ നോൺ മലയാളം ചിത്രം കൂടിയാണ്. മറ്റൊരു ഭാഷയിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ചിത്രമാണ്. അതിന് വലിയൊരു കൈഡി കൊടുക്കാം. ഒരു മലയാളം പ്രൊഡക്ഷൻ കമ്പനി മറ്റൊരു ഭാഷയിൽ ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. തെലുഗു ഭാഷയിൽ കരിയറിൽ എത്ര ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്? എത്ര? 40, 41, 42, 41. ഇത് തെറ്റാണെങ്കിൽ എന്നെ തല്ലരുത് കേട്ടാ. എന്റെ മനസ്സിലൊരു നമ്പർ ഉണ്ട്. 44, 40. എന്ത് കോൺഫിഡൻസാ? ഷുവർ ആണോ? ഞാൻ ഷുവർ അല്ല. 40. ഗസ് ഉണ്ടോ? 41, 44. ഇവിടെ ആദ്യം 40 പറഞ്ഞ അദ്ദേഹം എവിടെ? നിങ്ങളല്ല ആദ്യം പറഞ്ഞത് ചേട്ടൻ വിത്ത് ദാറ്റ് വൈറ്റ് ബ്രേസ്ലെറ്റ്. ഇത് എൻ്റെ അടുത്ത് ഉത്തരം പറഞ്ഞു തന്നത് വെയ്ഫെയറിലെ ആളാണ്. അപ്പം എന്തെങ്കിലും പിടിക്കാനുണ്ടെങ്കിൽ അവനെ പിടിച്ചാൽ മതി. 40 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മലയാളമല്ലാത്ത മറ്റ് ഭാഷ മൂവി വേർ ഇറ്റ്സ് ഈഗോ വേഴ്സസ് ആർട്ടിസ്ട്രി. ദുൽഖർ ഒരു നടന്റെ കഥാപാത്രമാണ്. 1950s ഒരു പീരിയഡ് ഡ്രാമ ത്രില്ലറായിട്ടാണ് കാന്ത പ്രേക്ഷകരുടെ മുന്നിൽ എത്തുന്നത്. ആ കാലഘട്ടത്തിൽ 50s to 70s കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു നടന്റെ ജീവിതം, അദ്ദേഹത്തിന് ആദ്യ ഡെബ്യൂ തുടക്കം കുറിക്കാൻ സഹായിക്കുന്ന ഒരു ഡയറക്ടർ, പിന്നെ അദ്ദേഹം വലിയൊരു സൂപ്പർ സ്റ്റാർ ആവുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങളും അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളും ഒക്കെയാണ് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കഥയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത് ആബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടർ സെൽവമണി സെൽവരാജ് ആണ്. അദ്ദേഹമാണ് ഈ കഥ എഴുതിയതും സംവിധാനം ചെയ്തതും. വാട്ട് മേക്സ് കാന്ത വെരി സ്പെഷ്യൽ ഈസ് കാന്തയുടെ ഡയറക്ടോറിയൽ ഡെബ്യൂവിലാണ് സെൽവമണി സെൽവരാജ് സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഇറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് ഫിലിം. പക്ഷെ ഒരു സാധാരണക്കാരനല്ല സെൽവമണി. ലൈഫ് ഓഫ് പൈ, ഓസ്കർ വിന്നിംഗ് ലൈഫ് ഓഫ് പൈ, ആംഗ്ലിയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ അസിസ്റ്റ് ചെയ്ത ഒരു അതുല്യ കലാകാരനാണ്, ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്. ഹി ബിലീവ്സ് ഇൻ റിയലിസം ആൻഡ് ട്രീറ്റിംഗ് ഇമോഷൻസ് വെരി വെരി ബ്യൂട്ടിഫുള്ളി. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നോൺ ഫിക്ഷൻ സീരീസ് ഉണ്ട്, ദ ഹണ്ട് ഫോർ വീരപ്പൻ. കണ്ടിട്ടുണ്ടോ ഹണ്ട് ഫോർ വീരപ്പൻ? എക്സംപ്ലറി ആയിട്ടുള്ളൊരു സീരീസ് ആണ്. അത് സംവിധാനം ചെയ്തതും സെൽവമണിയാണ്. സോ ഓബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എത്ര അധികമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി സിനിമാ ലോകത്തേക്കും അദ്ദേഹം കാലെടുത്ത് വെക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡെബ്യൂ ഫിലിം ഇവിടെ എത്തുമ്പം വി ആർ സോ എക്സൈറ്റഡ് ആൻഡ് ഹീ ഈസ് കമ്മിങ് ഹിയർ ബിക്കോസ് Spirit Media by Rana Daggubati and Wayfarer Films by Dulquer Salman are shaking hands with a production for the first time. Rana Daggubati എന്ന് പറയുന്ന നടനെ നമുക്കറിയാം, എന്ന പ്രൊഡ്യൂസറിനെ നമുക്കറിയാം. ഹി ഈസ് എ ബ്രില്യൻറ്റ് entrepreneur as well, a TV host, ഒരു ബിസിനസ് സംരംഭകനാണ്. അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് മീഡിയ ഇറ്റ് ഈസ് എ VFX പ്രൊഡക്ഷൻ കമ്പനി ആൻഡ് അതിൻ്റെ കൂടെ തന്നെ now it is a 360-degree ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ ഓർഗനൈസേഷൻ. ടെക്നോളജി ആണെങ്കിലും സ്റ്റാർട്ടപ്സ് ആണെങ്കിലും എനിത്തിങ് that helps the art of storytelling പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആണ് സ്പിരിറ്റ് മീഡിയ. അത് മാത്രമല്ല Wayfarer ഫിലിംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. Wayfarer ഫിലിംസ് നമ്മുടെ ദുൽഖർ നമ്മുടെ നാട്ടിൽ തുടങ്ങിയ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്.
so menacing ആയ ഒരു 1950s period noir drama thriller മൂവിയുമായി. The information that we have is in Chennai based ചെയ്ത ഒരു actor director relationshipും അതിലെ romanceും ഒക്കെയാണ് ഇതിൽ കവർ ചെയ്യുന്നത്. And we have two amazing companies joining hands. Dulquer Salman, Wayfarer Films and Rana Daggubatiയുടെ Spirit Media കൈകോർക്കുകയാണ്. And this combination is bringing to you Kanta. നല്ലൊരു കൈയ്യടി. Can we welcome Dulquer Salman? നിങ്ങളുടെ പ്രിയപ്പെട്ട Dulquer Salman. Make some noise. Take away up. Let's give it up for Balladeva, the one and only Rana Daggubati. Of course, we are so honored to have Samudrakani sir here. So much respect. We welcome you back to Kerala, one of the finest actors and directors of South India. And Bhagyashree, so lovely having you in Cochin. Is this your first time? Have you come before? You've come before. We would love to welcome you to Kerala. We can't wait to steal you and make you do a Malayalam film very soon. Rana, you also. We want you to do some Malayalam film also, yeah. Tell Dulquer, no, yeah, we'll tell him. Kanta എന്ന ഈ ഒരു ചിത്രം നമ്മളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ DQ, Rana, Bhagyashree, Samudrakani sir are all here. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് സെൽവമണി സെൽവരാജ് ആണ്. We are so excited about this film. ഈ ചിത്രം തിയേറ്ററിൽ എത്തുന്നത് November 14 This movie comes and hits the theaters on the 14th of November. So the wait is very near. അടുത്ത ആഴ്ച തന്നെ please go watch the movie. And ഇതിന്റെ ഒരു art ego versus artistry. This movie is about ego, which we know very well. നമുക്ക് നന്നായി അറിയാവുന്ന ഒരു ഏരിയയാണ്. ആർട്ടിസ്ട്രി അത് തമ്മിലുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ടസിലാണ് ഇതിൽ കാണാൻ പോകുന്നത്. Okay, ladies and gentlemen, I think because എല്ലാവരും ഇവിടെ എത്തിയത് കൊണ്ടും അമേസിംഗ് ആയിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു സെലിബ്രേഷൻ ആയതുകൊണ്ടും shall we watch the trailer? ട്രെയിലർ കാണാം. ഒന്ന് കൈയടിച്ച് പാസ്സാക്കിയാലേ കാണാൻ പറ്റുള്ളൂ. കാണാം. Let's watch it. Can we have a look? Have it, and it's going to be a full house without a doubt. We have a surprise. Okay, we have a surprise for you guys. Nobody's tried this out. I'm just switching between Malayalam and all sorts of languages. Okay, so basically we are doing something that is Ajay. Can you see Ajay? Okay, Ajay is a live artist, so he does like a live art. Adeham namakku vendi for Kanta he is going to do a live poster in the next few minutes, and then you guys will reveal it on stage. So it's going to be a live poster reveal of Kanta, hopefully. Okay. Nikhil, welcome. Over to you. Kanmani ivide Nikhil paadimba. Ajay will be making the live poster for the reveal. Let's hope it all works out. All the best. So Spirit Media is coming together. Kanta in the cinema is coming to the theaters on the 14th of November. Samudrakani sir has a wonderful role. In fact, he is the director in the film, and and he is the actor. Nammal ee Kanta enna cinemile nayakanayi ettunnathu Dulquer Salman aanu. Aa cinemile nayikayayi ettunnathu Bhagyashree aanu. Adile amazing aayittulla director ayi ettunnathu Samudrakani sir aanu. You are a police officer, cop. Guess, hey, cop, I know. Okay, Ajay, are you ready? But you have to tell the guests എന്താണ് ചെയ്യേണ്ടത്. Let them reveal each of their faces one by one. One by one, നിങ്ങളുടെ face നിങ്ങൾ reveal ചെയ്യും. So we will start with, sir, come. You're here, I can see you. Okay. Let's go. Can we have some music, guys? Pump this up. Ajay, ആദ്യമായി ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അറ്റംപ്റ്റ് ചെയ്തതാണ് ഒരു ലൈവ് poster reveal. Yes. Bhagyashree, you learned the technique? Okay, now Bhagyashree. They will start it off. Nice. Rana, now it's your turn. That bell is going on and on. First time ever we're doing a live poster reveal here. And there's Rana doing his magic. One shot. In one shot, you've got to finish. Nice.
can you complete a full poster of Spirit Media and Wayfarers Films presents Kanta, written and directed by Selvamani Selvaraj. For the first time ever, a live poster release happening right here in Cochin Lulu Mall. Rana Daggubati, Samudrakani, Bhagyashree and Dulquer Salmaan കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തുന്ന തമിഴ് തെലുഗു ചിത്രം കാന്ത. The world of Chinese film, Bhagyashree is in there, but obviously even in Kerala we are most excited that it's a Dulquer Salmaan film because last year it was Lucky Bhaskar and that turned out lucky for you. And Lucky Bhaskar, I think he got the state award in Telangana for best actor. Can we give him a loud round of applause? Number DQ. അങ്ങനെ മറ്റൊരു ഭാഷയിൽ തെലുഗു ഭാഷയിൽ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ആക്ടറിന് ലഭിക്കുന്ന ആദ്യത്തെ നടൻ കൂടെയാണ് ദുൽഖർ സൽമാൻ. സോ വി ആർ വെരി വെരി പ്രൗഡ് ഓഫ് ദി അച്ചീവ്മെന്റ്. ലൈക്ക് ഐ സെഡ്, amazing collaboration of some great artists are coming together, and the fact that Selvamani Selvaraj, amazing ആയിട്ടുള്ള ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഡെബ്യൂ ഫിലിമാണ്. This is his first film, especially coming after something like the fantastic work that he's done for The Hunt of Veerappan. അത് കണ്ടപ്പോൾ നമുക്കറിയാം, okay, he's got stuff, like he's brilliant, he's talented. അദ്ദേഹത്തിന്റെ realism ആണെങ്കിലും the way he captures emotions in the work that he does is truly like uncomparable. We can't wait to watch his first film, but what makes it very exciting for us is that Spirit Media, which has been working for kore varsham in so many different mediums, whether it be digital, whether it be entrepreneurship, whether it's technology, startups, production, whatever it is, you have tried to do your best to put art forward. Art, കല എന്ന കാര്യം ഏറ്റവും മുന്നിൽ വെക്കാൻ വളരെയധികം സ്ട്രെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്പിരിറ്റ് മീഡിയ. ആൻഡ് ആസ് ദ പേഴ്സൺ ബിഹൈൻഡ് സ്പിരിറ്റ് മീഡിയ ആൻഡ് ദ പേഴ്സൺ ഇൻ ദ മൂവി, വി ആർ സോ എക്സൈറ്റഡ് ടു വെൽക്കം the one and only Ballala Deva. Can we give Rana Daggubati a loud round of applause? Loud. We have a lovely AV for you. We want you to watch our hard work. Watch it. Can we have the mashup, please? So he's just not your gem, he's our gem back in Hyderabad. We love him as much as you guys do. I'm just so happy, excited that I'm here. We were able to make this amazing film. Dulquer and I have been friends for a long time now. Even way before Spirit, I was friends with Dulquer. And then it took us so many years to get this, and I think there's no better thing that could have happened than Kanta for us. Sorry, I can't speak in Malayalam, but I will learn at some point. It's okay. Thank you. I love you. Whoever said that. Thank you. So, well... do you want to try? Do you want to say something in Malayalam? We'll make you do it now. Okay. Tell me what you want to say. Say it in English. We'll translate it. What do you feel like telling them? అరే మన ఇద్దరు తెలుగులో తెలుగు ఉన్నారు ఇక్కడ ఇక్కడేం చేస్తారా தமிழ் கூட தெரியும் சார், அதுவும் தெரியும். தமிழ் தெரியும் உங்களுக்கு? ஓகே, எல்லாருக்கும் வணக்கம். எல்லாருக்கும் நமஸ்காரம். எல்லாருக்கும் நமஸ்காரம். అంతేనా? కాంతా మరకాద కాణనం. కాంతా మరకాద కాణనం. ఓకే, థ్యాంక్ యూ. November 14th. ఓకే, November 14th தியேட்டர்ல வரும். கண்டிப்பா பாருங்க. Thank you. Well done. So amazing guys. You have something special from all of us that's coming to you November 14th. Dulquer and I found a gem in a director called Selva, who you will love much more after the film is out. So give us your love, give us your blessings, and we'll come back here for the success meet and do it exactly right here. You good? Thank you guys, thank you very much. We do want to ask you this, Rana. I think you started your acting career in 2010? 2010 yes, with ma'am. Leader, yeah? And after that, now Kanta. For you, what makes Kanta very, very special? And what is the USP? Well, I've never seen a film like Kanta before. I've never heard a film like Kanta before. But all of us know that a large part of entertainment industry, the film industry, was born in Madras in some ways. And this is a tribute back to the early filmmakers, the early studios, the early actors that made cinema possible for all of us and made India such a big flourishing entertainment industry.
So yeah, this is our tribute back to the masters. Back to the masses, and what a wonderful way to do that with an amazing union between, you know, three industries, Telugu, Tamil, Malayalam, all coming together, Maharashtra, all coming together. So it's such a There you go, that's the common point. Yeah. The Telugu, Tamil, Malayalam happens right there. So that's what makes DQ, le. DQ is going to fly the flag of Kerala across everywhere for us. Completely, he's planted it in Hyderabad. Yeah, and he's slowly Hyderabad, now he'll go else Bombay. Fully so. But we want you to do that. That is why we are full gung-ho about it. But Rana, thank you. Malayalis, Adhyam, you only said that, you know, Malayalis really, really like good cinema. And they are the best audiences that will, you know, pass a verdict on any film. They make the best films out there. Everybody, Telugu industry, every industry makes amazing films. But Malayalam has something. We have something little special. Absolutely. So we can't wait to watch it, and we wish you all the best. Thank you very much, guys. Thank you all for the love. Thank you for coming here. We'll see you in the cinemas November 14th. Thank you. கேரளா ஆடியன்ஸ் மறக்கவே மாட்டாங்க. கொஞ்சம் லேட்டாக கூட வா, ஆனால் தப்பாக படம் பண்ணாத, சரியான படம் பண்ணு அப்படின்னு சொன்னாங்க. ஒரு சரியான படத்தோட ஒரு பிரபஞ்ச பாசை இந்த படத்துக்கு மொழியே கிடையாது. இது காலத்தால் அழிக்க முடியாத ஒரு காவியம். இது எந்த லாங்குவேஜில் பார்த்தாலும் பிடிக்கும். அந்த மாதிரி ஒரு படத்தோட என் பிள்ளை மகாதேவன் என்னை திரும்ப கூப்பிட்டு வந்துருக்காரு. தேங்க்யூ, சந்தோஷம். முதல்ல எங்கள் டைரக்டர் செல்வமணி சாருக்கு நான் நன்றி சொல்லணும். ப்ரொடியூசர் சார், தேங்க்யூ பிரசாந்த், நீங்கள் தான் ஆரம்பித்து வச்சிங்க, ரொம்ப சந்தோஷம். ரொம்ப நிறைவாக இருக்குது. இன்றைக்கி தான் படமே நான் பார்த்தேன். ரொம்ப கனமாக இருக்குது. உங்களை பார்த்தோன்னே கட்டி பிடிச்சிக்கணும் அப்படின்னு தோணுச்சு. அவ்வளோ நல்ல பெர்ஃபார்மன்ஸ், அவ்வளோ இன்டென்ஸான ஒரு பெர்ஃபார்மன்ஸ். இந்த ஷூட்டில் நடிக்கும்போது ஃபஸ்ட்டு டேக் நான் எப்போவுமே ஆக்ட் பண்ண மாட்டேன், அவர் ஆக்ட் பண்ணுறதை ரசிப்பேன். அப்போது செல்வமணி சொல்லுவார், நீங்கள் அவரையே பார்த்துட்ருக்கீங்க, இவ்வளோ கிட்ட இருந்தால் அவரே தான் பார்த்துட்டே இருக்கணும், ரசிப்பேன். அதுக்கப்புறம் தான் நான் நடிப்பேன். உங்களை இவ்வளோ கிட்ட அந்த நவரசத்தையும் பார்க்க முடிஞ்சது உங்களுடைய திறமைக்கும் உங்களுடைய உழைப்புக்கும் நீங்கள் அடுத்தவங்க மேலே காட்டுற அன்புக்கும். எங்கேயோ இருப்பீங்க, நல்லா இருப்பீங்க. இறைவன் ஆசீர்வாதத்தில் வாழ்க. Sir, we have one question. Your character, the director in the movie, and the actor, what is the relationship? ஒரு அப்பா புள்ள மாதிரி. அந்த மூவில அது ரியல் லைஃப் தான். ரியல் லைஃப்ல அதுதான் புள்ள மாதிரி தான் பார்க்குறேன். அவங்களுடைய அப்பா நமக்கு எல்லாருக்கும் தெரியும். அவங்களுக்கு ப்ராப்ளம் மம்முக்கா வெல்லும் இஷ்டப்பட்டில்லையோ. He'll be okay. அவருக்கு என்ன ரொம்ப பிடிக்கும். No problem. What a beautiful way to say that the relationship is that of. இந்த அன்பும் இந்த பாசமும் கடைசி வரைக்கும் கடவுள்கிட்ட வேண்டிக்கிறேன். பாக்கியா, ஒரு நல்ல படத்தோடு வந்திருக்கீங்க. அப்படி இருக்கு படம், நல்லா இருப்பீங்க. வாழ்க. என் தம்பி நானா, நல்லா இருப்பீங்க. உங்களுடைய ஆசை, அர்ப்பணிப்பு, இந்த படத்துக்காக நீங்கள் உழைக்கிற உழைப்பு ரொம்ப நல்லா வரும். வாழ்க. ரொம்ப சந்தோஷமாக இருக்குது. ரொம்ப நாளைக்கு அப்புறம் கொச்சின் வந்தது, ஒரு 8-9 இயர்ஸ்க்கு அப்புறம் வந்திருக்கேன். நீங்கள் சொன்ன மாதிரி நீ இங்கேயே தான் இருப்பேன்னு நினைக்கிறேன். இருப்பேன். நல்ல படங்கள் தான் நம்மளை இயக்கும், படங்கள் தான் நம்மளை வாழ வைக்கும். சினிமா வேறு ஒன்றுமே தெரியாது. சினிமா இல்லை அப்படின்னா அப்படியே எங்கேயாவது போயிட வேண்டியதான். சினிமா காப்பாற்றும். சினிமா உண்மையாக நேசிக்கிறவங்கள சினிமா விடவே விடாது. காந்தா, நான் இருக்கும் வரை இந்த படத்தை வெல்லவே முடியாது. அப்படி ஒரு படைப்பு. தேங்க்யூ கைஸ். Sir, one more question I want to ask. Personal question. நீங்க director, less successful director, also a successful actor. இதுல tougher which one? எந்த ஜோலி is tougher? எல்லாமே டஃப் தான். எல்லாமே. சின்சியராக பண்ணணும். The truth of life. If you do it well, you're going to work very, very hard. Thank you so much. Can we give Samudragani sir a loud round of applause? So beautiful to see all of you here today. Thank you so much for coming. Like, you know, it's just lifting up our energy and motivating us so much. So thank you so much for supporting us. Actually, last time I came in Kerala, I was in college, not knowing that I was going to be an actor someday, and not knowing that Kerala had one gem. And today I've come here with that gem, and that is Dulquer Salman. Genuinely speaking, he's one gem of an actor, one gem of a person. Working with him has truly been really grateful and amazing. So
thank you DQ for supporting talent more than anything in the world. So thank you for giving space to all the newcomers out there, believing in their talent and taking the risk, because it was worth it, I think, no? So thank you so much. Thank you for having us. Thank you for coming. Please see you on the 14th, and I'm sure you're going to fall in love with the film. Thank you. Is there something about your character in the movie that you can give as a clue to? You're an actress in the movie. Cinema, are you Nadia? 14th of November. Only, yeah? No clue, nothing. Kuch bhi nahi. 14th. You look stunning, so I'm sure we've seen the trailer and the teaser. You look amazing, and we can't wait to see your performance Thank as you so well. much. Thank you, Okay, everybody. Bhagya, I request you to stay on stage, but we'll just move to the side because there's one more person we'll have to welcome on stage. ഒരാളെ കൂടി വിളിക്കണ്ടേ? വിളിക്കണോ? നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയാൽ ഞാൻ വിളിക്കും. ഒച്ച ഉണ്ടാക്കിയാൽ ഞാൻ വിളിക്കും. എന്നാ മാത്രമേ ഞാൻ വിളിക്കുള്ളൂ. എല്ലേ ഞാൻ എൻ്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കണം, ക്ഷമിക്കണം. എന്ത് പറ്റി? ഞാൻ IMGM ഷൂട്ട് ചെയ്തതാണ്. IMGM ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ചയുണ്ടാക്കിയിട്ട് എൻ്റെ സൗണ്ട് പോയി. ഇപ്പൊ 2 വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നതെന്ന് അറിയാം. എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ IMGM നിങ്ങളുടെ എല്ലാ പ്രതീക്ഷയും മീറ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുന്ന സിനിമയായിരിക്കും. അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഇടുന്നുണ്ട്. കൊച്ചി തന്നെ ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ ഷൂട്ട്. ഞാനിപ്പോൾ ഓക്കെ കാന്തനെക്കുറിച്ച് സംസാരിക്കും. ഇത് എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും അംബിഷ്യസ് ആയിട്ടുള്ള സിനിമയാണ് കാന്ത. ഞാൻ 2019 സ്ക്രിപ്റ്റ് ആദ്യമാണ് കേൾക്കുന്നത്. അപ്പോൾ 6 കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയിൽ യാത്ര ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഡയറക്ടറിനെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാൻ ഉച്ച സമയത്ത് നറേഷൻ പ്ലാൻ ചെയ്ത് ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. എനിക്ക് അന്ന് രാത്രി ഡിന്നറിന് പോകണ്ടായിരുന്നു. 5 മണിയായി, 6 മണിയായി, 7 മണിയായി, 7:30 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലം എനിക്കൊരു ഡിന്നറിന് പോകാറുണ്ട്, ഒരു 10 മിനിറ്റിനുള്ളിൽ പുള്ളിയോട് സാർ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നീണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നെറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നെറേറ്റ് ആകുമ്പോൾ ഒരു 4-5 മണിക്കൂർ എടുത്തു, ഒരു 10 മണിക്കൂർ ഇരുന്ന് കേട്ടിട്ടാണ് ഞാനിതിൻ്റെ നറേഷൻ കേൾക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള, ത്രിൽസ് ഉള്ള, റൊമാൻസ് ഉള്ള, കഥയുള്ള ഒരു സിനിമയാണ് കാന്ത. ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈയിലായതുകൊണ്ട് അങ്ങനെ തമിഴിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരെ ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ നമ്മൾ വരവേൽക്കാറുണ്ട്. കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ ഇന്നേ വരെ എനിക്ക് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. എൻ്റെ ബ്രദറായ റാണയും ഞാനും ഒന്നിക്കുന്ന സിനിമയാണ്. ഞങ്ങൾക്കൊരു 8-9 ക്ലാസ് മുതലുള്ള പരിചയമാണ്. ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നോ അതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല. അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു മൂമെൻ്റാണ്. അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ റാണയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും കനിസാറിനാണെങ്കിലും ഭാഗ്യശ്രീക്കാണെങ്കിലും ഇങ്ങനൊരു സിനിമ ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള മൂവിയാണ്. സമുദ്രകനി സാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ, ഒരു മെന്ററിനെ പോലെ, ഒരു അച്ഛനെ പോലെ ഇപ്പോഴത്തെ എനിക്ക് അത്രയും സ്നേഹം തരികയും എനിക്ക് അത്രയും റെസ്പെക്ട് തരികയും അത്രയും സ്പേസ് തരികയും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു സാധനമില്ല. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും. ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള ഇതിനുശേഷം എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് കാറ്റിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കനി സാർ. അപ്പോൾ എല്ലാവരും ഇത് അത്രയ്ക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയും ഡിയർ ടു മീ. നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു 3.5 മിനിറ്റാണ്. ഈ 2.5 മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവും. നല്ല മ്യൂസിക്കാണ്. ഇതൊരു സെൽഫ് മണി സെൽവാണ് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു വലിയ ടാലൻറ്റ്. ഈ ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും. അതേപോലെ ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു.
മുമ്പത്തെ പ്രോജക്റ്റ് ഹണ്ട് ഫോർ ഈരപ്പൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും കണ്ടു നോക്കുക. അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത്. അദ്ദേഹത്തിന് ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ്. ഞങ്ങളിത് ഈ 6 കൊല്ലമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീട് ഒരു 5-6 മാസം ഇതിൻ്റെ ഷൂട്ടിലും പിന്നീട് 10 മാസം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല. ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇനി ഒരു 6 കൊല്ലം എടുത്താൽ ഞാൻ ഒരു 50 വയസ്സെടുത്താവും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടത്. പക്ഷേ every moment, every second we spent on this film has been absolutely worth it. ഭാഗ്യശ്രീ ഗോഡ്സെ ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ ഭാഗ്യശ്രീയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു 5-6 മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത്. അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത്. ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ 2 സിനിമയൊക്കെ അഭിനയിച്ചു. ഇപ്പോൾ തെലുഗു വലിയ സ്റ്റാറാണ്, നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി. പക്ഷെ എന്നാൽ ഞങ്ങൾ എല്ലാ വേദിയിലും പറയും ആദ്യം കണ്ടുപിടിച്ചത് ഞങ്ങളാണ്. ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല. ഭാഗ്യശ്രീയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു പെർഫോമൻസും ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിൽ ചിലപ്പോൾ അഭിനയിച്ചേക്കാം. അപ്പോൾ നിങ്ങളെന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ. ഞാൻ ആരെങ്കിലും മിസ് ചെയ്യേണ്ടത് അറിയില്ല. പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത്, ജോൺ വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും. പിന്നെ എനിക്കും പ്രാണയ്ക്ക് അതുപോലെ ആർട്ടിസ്റ്റിക്കലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ്. അതുകൊണ്ട് ഈ പടം മീറ്റാക്കി എടുക്കേണ്ടപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം അവരത്രയും പ്രശ്നങ്ങളാണ്. അവിടെ എല്ലാവരും പ്ലീസ് എല്ലാവരും പോയി സിനിമ കാണണം. ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സോ പ്ലീസ് ഗിവ് ഇറ്റ് എ ചാൻസ്. പണ്ട് ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്കും, എന്തായാലും ഇഷ്ടപ്പെടും. You know, we have to ask you this. Bhagyashree, you've watched Dulquer's films. Tell me some of your favorite Dulquer films. There are so many, but Telugu, he's got a pattern. I want you to identify the pattern. Sometimes. Yeah. I mean, the only pattern is he chooses the best scripts, Uh-huh. I would say. Yeah? Okay. I think he has a thing for, like, the retro period. A retro star. I mean, Mahanati. ഞാൻ സ്വയം എന്നത്തിൽ വിളിക്കുന്ന അതെന്താ? ആക്ച്വലി ഈ സിനിമ കാന്ത എൻ്റെ അടുത്ത് ആദ്യം വരുമ്പോൾ എനിക്ക് മഹാനട്ടി കഴിഞ്ഞൊരു കൊല്ലം കൊണ്ടായിരുന്നു. അപ്പോൾ ആണ് എനിക്കൊരു പിച്ച് ഡെക്ക് പോലെ കുറേ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് ഒരു ബേസിക് ഇതിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം എനിക്ക് അയച്ചത്. ഞാൻ പക്ഷേ ഇത് വീണ്ടും മഹാനട്ടി ഞാൻ എന്നെ കൊണ്ട് പോയി. ഞാനില്ലെങ്കിൽ എന്നെ എല്ലാവരും പീരിയഡ് സ്റ്റാർ ആക്കും, റെട്രോ സ്റ്റാർ എന്നെ കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും പക്ഷെ എന്തായാലും അവൻ പറഞ്ഞു ഒന്ന് കേട്ടു നോക്കി. ശരിയാണ്. പക്ഷെ ഐ തിങ്ക് വി ആർ ബോത്ത് എന്താ പറയുക സക്സസ്ഫുൾ ഇൻ ഗ്രേറ്റ് സിനിമ. അത് ഏത് ജോണറാണെങ്കിലും അത് എന്ത് റിപ്പീറ്റ് ആണെങ്കിലും ഞാൻ ഒരു സമയത്ത് ലവ് സ്റ്റോറീസ് ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിലെവിടെയെങ്കിലും നല്ല സിനിമയുണ്ട്, നല്ലൊരു ഒറിജിനൽ കഥയുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ അത് ചെയ്യുന്നത്. So, ഈ ഒരു ചിത്രം കാന്ത is described as a period noir drama thriller. ഇതിലേതാ? ഈ കാരണങ്ങളെ കൊണ്ട് ഞാൻ ഈ പടം ഈ 5-6 കൊല്ലം ഞങ്ങൾ നോക്കിയ കാരണം ഞങ്ങൾക്ക് ഇത് ഓരോ തവണയും ഏത് ജോണറായിരിക്കും ഇത് എങ്ങോട്ടേക്ക് ഇത് പോകുന്നത്. സെൽവയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഡയറക്ഷനിലോട്ട് പുള്ളി എഴുതിക്കൊണ്ടിരിക്കും. ഇത് എഴുതി വേറെ എവിടെയെങ്കിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ പടത്തിന് ഒറിജിനൽ ഐഡിയയിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ ഇത് ലോക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഇതൊരു ജോണർ ബെൻഡറാണ്. നിങ്ങൾ ചിലപ്പോൾ പടം തുടങ്ങുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോണർ ആയിരിക്കില്ല ഒരു ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും. അതേപോലെ തന്നെ ആയിരിക്കും രണ്ടാം പകുതി. Okay, perfect. That is എനിക്ക് തോന്നിയ ഒരു question ആണ്. I want to ask you now, Bhagyashree. Dulquer Salman is one of the most celebrated actors in our country right now, whichever language it be. Vijay Deverakonda, done. Dulquer Salman, done. Who next would you like to share the screen with? Anywhere? Oh, you can wish, no? Is there an actor you want to really work with? Malayalam ഉണ്ടെങ്കിൽ even better for us. പക്ഷേ you can say whoever. I would love to work with DQ again. Yeah? And then there is... You can take some other names.
I really admire Prithviraj sir too from Malayalam. You really admire? Prithviraj. Oh, Prithviraj, of course. Of course. എന്റെ പൊന്ന് ടീക്കും അവിടെ ഒച്ച അലറുന്ന 2-3 ചെക്കന്മാരുണ്ട്. ഒന്ന് ഇങ്ങോട്ട് വരുമോ? എന്റെ കൂടെ അയ്യോ എന്റെ ചെവി അവർ പൊട്ടിക്കുന്നു. ഭാഗ്യ, come join us. Such terrible behavior. Okay, do you all love Dulquer Salman? Can you all do this to them? It's too cute, yeah, this generation, I tell you. Okay, come back, Ranjini. Kanta, November 14th of this month, theatres എത്തുകയാണ്. And we heard all of them speak from the heart. നിങ്ങൾ എല്ലാവരും സംസാരിച്ചത് ഇവരെല്ലാവരും സംസാരിച്ചത് അവരുടെ ഹൃദയത്തിൽ നിന്നുമാണ്. ആൻഡ് ഇത്ര സ്പെഷ്യൽ ആയൊരു പ്രോജക്റ്റ് ആണ് എന്ന് നിങ്ങളിവിടെ വന്നപ്പം ഞങ്ങൾക്ക് മനസ്സിലായി. ആൻഡ് ആ ഒരു ഇമോഷൻ ഐ എം ഷുവർ ഇറ്റ് വിൽ കൺവേ ടു ദി ഓഡിയൻസസ് ഇൻ ദ തിയേറ്റേഴ്സ് as well. And now once again it's time for us to celebrate the amazing launch of your movie, the release of your movie with yet another dance performance. I'm going to call the wonderful dancers of Arrows. ഒരിക്കൽ കൂടെ എല്ലാവരും ഒരുമിച്ച് ഡാൻസ് ചെയ്യോ? I don't know. These guys are not even clapping. Clap is up there. This side is to you. Okay, you guys have to dance also for this one. Okay, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. Can we have the dancers, please?